ഇന്ന് മലബാർ സ്പെഷ്യലായിട്ടുള്ള അൽസ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഓട്സ് വെച്ചിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു 350 ഗ്രാമോളം എല്ലോട് കൂടിയുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം. ഒരു വലിയ പീസ് പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് മാത്രം സവാളയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിലെങ്കിലും വേവിച്ചാലാണ് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് ഓട്സാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് വേവിക്കാനായിട്ട് ഞാനൊരു 3 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം 2 കപ്പും പിന്നെ ഒരു 3 കപ്പും, അപ്പോൾ മൊത്തത്തിൽ 5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഓട്സിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ വേവിച്ചാൽ മതി. പ്രഷറൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നമുക്കിതിൽ നിന്നും പട്ട, ഗ്രാമ്പു അതുപോലെ ചിക്കൻ്റെ എല്ലൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. പിന്നെ നമ്മൾ എടുക്കുന്ന ഓട്സിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഫുൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 3/4 കപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് ഒരു ചെറിയ പീസ് സവാള, കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം കൂടി വറുത്തിട്ട് നമുക്ക് ഇതിന് മുകളിലൂടെ ഒന്ന് ഗാർണിഷിംഗ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കഴിക്കുന്ന സമയത്താണ് അടിപൊളി ടേസ്റ്റ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കുക. ഫുൾ വീഡിയോ ചാനലുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്.